വഴക്കിട്ടെന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ അടി കൂടിയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും കുത്തിയെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും റീച്ച് ആയിരിക്കും. പക്ഷെ ആ റീച്ച് നമുക്ക് വേണ്ട. ഫസ്റ്റിനാണ് ഡയറ്റ് പ്ലാൻ. നല്ല ചോദ്യവും ഹോട്ടൽ ഫുഡ് കട്ട് ഓഫ് ചെയ്തു ഗൈസ്. അതായത് ഇപ്പൊ ഈ ആഴ്ച ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഇപ്പൊ ഞാൻ ഇന്നലെ കഴിച്ചു. ബിരിയാണി എല്ലാ ദിവസവും ആക്സിഡന്റലി നടക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നില്ല. ഗൈസ്, ഇന്ന് നമ്മളുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു സ്പെഷ്യൽ വീഡിയോ, ദ എക്സ്ക്ലൂസീവ് Q&A. അതായത് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലായി. ഞാൻ ഇവന്റെ അടുത്ത് എപ്പോഴും പറയണം നമുക്ക് Q&A ചെയ്യാം. അപ്പൊ ഇവൻ പറയും പിന്നെ ആട്ടെ നാളെ ആട്ടെ മറ്റേ അല്ല ചെയ്യാണ്ടിരുന്നിരുന്നിരുന്നിരുന്ന്. പക്ഷേ ഇത് സംഭവം നമ്മൾ ഫൈനലി Q&A നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ സൺഡേ ആയിട്ടോ അങ്ങ് ഇടുവാണ്. എന്തായാലും നമ്മൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന് നല്ല റെസ്പോൺസ് വരുവാണെങ്കിൽ കാരണം മാക്സിമം കമന്റ്സ് ഒന്നും വരാൻ ടൈം ആയില്ല. എനിക്ക് തോന്നുന്നു 1 ഡേ പോലെ ആവുന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രിയിലാണ് Q&A പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ഒരു ദിവസം ആവുന്നതിന് മുന്നെയാണ് നമ്മൾ ഉള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുന്നത്. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇൻസ്റ്റയിൽ കുറെ റെസ്പോൺസ് വന്നായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് പോലും ഇല്ല. സോ എല്ലാം കൂടെ വെച്ച് നമുക്ക് ടൈം എടുത്ത് നല്ലൊരു Q&A ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ഇരുന്നപ്പോ പെട്ടെന്ന് ഒരു മൂഡ് വന്നാൽ ആൾക്കാർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഫസ്റ്റ് ചോദിച്ച. അല്ല, അത് മാത്രല്ല സ്ഥിരമായിട്ട് കമന്റ് വരുന്ന അത് ഈ പ്രാവശ്യവും ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചോന്ന് പറഞ്ഞിട്ടപ്പോ കുറെ പേര് സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു. മൊത്തത്തിൽ ഇവളാണ് ടാർഗറ്റ് ചെയ്ത ആൾക്കാർ ചോദിച്ചേക്കുന്നത് തോന്നാണ്. അതെ അതെ അതെ, എല്ലാവർക്കും എന്നെ പറ്റിയാണ് അറിയേണ്ടത്. ഇവരിപ്പോ ആർക്കും വേണ്ടാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ചാനൽ തുടങ്ങിയപ്പോ എനിക്ക് തോന്നുന്നു 2K കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മളെ പറ്റി അറിയാൻ വേണ്ടി. ഇപ്പൊ റീച്ച് ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നു. ഫസ്റ്റ് നമുക്ക് ലിബ്രാസർ വ്ളോഗ്സിലത്തെ നോക്കാം, എന്നിട്ട് ഇൻസ്റ്റയിലേക്ക് പോവാം. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിച്ചോളൂ. വെടിക്കെട്ട് ചോദ്യമാണ്. ഞാൻ നിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇന്ത്യയിൽ യൂട്യൂബ് ബാൻ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? ഗൈസ്, എന്നെ സംബന്ധിച്ച് ഞാൻ യൂട്യൂബിലോട്ട് വരുന്നത് തന്നെ ഒരു വലിയ കഥയാണ്. ഞാനത് ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ എങ്ങനെയെങ്കിലും ഫേമസ് ആവണം. അതായത് എൻ്റെ കൊച്ചിലെ തൊട്ടുള്ള ആഗ്രഹം എനിക്ക് എങ്ങനെയെങ്കിലും ഫേമസ് ആവണം. അപ്പോൾ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫേമസ് ആവണം, അതായത് എവിടെ ചെന്നാൽ 4 പേര് തിരിച്ചറിയണം. ആ ഒരു ആഗ്രഹം അല്ലാതെ അതിനുവേണ്ടി എന്ത് ചെയ്യും എന്നെനിക്ക് അറിയണം. അപ്പോൾ ഒരു ലോക്ക്ഡൗൺ വന്നു പെട്ടെന്ന്. ചറപ്പറ എല്ലാവരും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നു, കൊച്ചു പിള്ളേർക്ക് വരെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിങ്ങനെ അതിന് മുന്നേ കുറേ ഡയറക്ടേഴ്സിനും കുറേ ഫിലിം ആക്ടേഴ്സിനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. റിപ്ലൈ തരാത്തതുകൊണ്ട് ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ട്. ചുമ്മാ റിപ്ലൈ അങ്ങനെയും കിട്ടുകയാണെങ്കിൽ സോറി അണ്ണാന്ന് പറയല്ല. അതിപ്പോൾ അങ്ങനെ മെസ്സേജ് എനിക്ക് ഇപ്പം വരുന്നുണ്ട്. കുറവന്മാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുമ്പോൾ സോറി അണ്ണാ. അപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചിലത്ത് എന്നെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അപ്പം ഞാൻ ഇപ്പം നമ്മൾ വലിയ സംഭവം എന്നല്ല പറയുന്നത്. അപ്പോൾ ഞാൻ അന്നിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം അപ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത്. അപ്പം ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് ഇവർക്കൊക്കെ മെസ്സേജ് അയക്കും, ഇവരിനി അഥവാ റിപ്ലൈ തരുവാണെങ്കിൽ നീ ആരാടാ, നീ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കാണിക്കാൻ എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ? നമുക്ക് ഇങ്ങനെ ടാലൻ്റ് ഉണ്ട്, നമ്മളില്ല ഇങ്ങനെ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രൂഫ് വേണം. സോ ഗൈസ്, ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. പക്ഷേ അപ്പോഴും ഞാൻ ഫേസ് ചെയ്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ ഞാൻ എന്തോ കണ്ടന്റ് ഇടും. അപ്പം ഞാനിങ്ങനെ അന്ന് PUBG ഒക്കെ റിലേറ്റഡ് ആയിട്ട് ഇട്ട്, പക്ഷേ അതെനിക്കൊന്നും സക്സസ് ആയില്ല. പിന്നെ ഞാൻ കോമഡി വീഡിയോസൊക്കെ ചെയ്ത് അത് കയറി ഇപ്പോൾ അതാണ്ട് 5 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഈ 4-5 കൊല്ലം കൊണ്ട് ഈ ഒരു യൂട്യൂബ് ചാനലാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ പോലും എൻ്റെ അടുത്ത് എല്ലാവരും വീട്ടുകാരും നാട്ടുകാരൊക്കെ പറയും ഇത് ഒട്ടും ശാശ്വതമല്ല, ഇത് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഇവളടക്കം പറയും. അപ്പം ഞാനിത് ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞ ഇരട്ട്, ഞാനിത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു മീഡിയം, നമ്മുടെ സക്സസ്ഫുൾ ലൈഫിലേക്കുള്ള ഒരു മീഡിയം മാത്രമായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ മീഡിയത്തിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ താഴോട്ട് പോകും ഗ്രാഫ്, ചിലപ്പോൾ മേലോട്ട് പോകും. അപ്പം അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ മാഷാ അല്ലാഹ് എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ കല്യാണത്തിൻ്റെ എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റി. അതിന് മുന്നേ എന്നിൽ ഒരുപാട് സംഭവം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ വീട്ടുകാരെ ഒരുപാട് ട്രീറ്റ് ചെയ്യാൻ പറ്റി, ഇവളെ ഒരുപാട് ട്രീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഓരോരുത്തർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നാലും ഒരു ഡൗൺഫാൾ വരുന്നുണ്ട് ഇടയ്ക്ക്, വീണ്ടും നമ്മൾ പൊങ്ങി വരും. അപ്പം അതെല്ലാം എനിക്ക് ഇതിലൂടെയാണ് കിട്ടിയത്. അപ്പം യൂട്യൂബ് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. യൂട്യൂബ് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിനെ പാരലായിട്ട് അതിനെ പൊട്ടിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും. അത് മാത്രമല്ല, ഞാൻ റീസെന്റ് ആണ് അറിയുന്നത് ഇപ്പൊ എല്ലാ കമ്പനീസിലും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ പോസ്റ്റ് ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം അറിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ചുമ്മാ ഇങ്ങനെ ഇന്ത്യയോട് നോക്കിയപ്പോഴത്തേക്ക്
കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അതായത് നല്ല രീതിക്ക് റീൽസിലൊക്കെ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയവർക്ക് ജോലിയുണ്ട്. ഞാൻ എന്നിട്ട് എൻ്റെ അടുത്ത് പറയും ചെയ്തേടാ നോക്കുന്ന നീ നല്ല സാലറി ഒക്കെ ഉണ്ട്, എനിക്കൊക്കെ കിട്ടുന്നതിനേക്കാൾ സാലറി ഉണ്ട്. അപ്പോ ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്ന യൂട്യൂബ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവൻ എല്ലാം ഇടുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് മൊത്തം ഇവന്റെ കഴിവുകൾ അവിടെ ഇടുന്നത്, അതായത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഓരോന്ന് വീഡിയോ എടുക്കുന്നതാണെങ്കിലും എഡിറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ ഇവന്റെ ഉള്ളിലുള്ള സാധനം കഴിവ്. അതിപ്പോ ഏത് ആപ്പ് ബാൻ ചെയ്താലും ഇവന്റെ ഉള്ളിലെ കഴിവ് എവിടെയും പോകാൻ പോകുന്നില്ല. സോ അത് ഷോക്കേസ് ചെയ്യാനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോം ഇപ്പൊ ഉണ്ട് നിലവില്. സോ അതായിരിക്കും ഇവൻ ചെയ്യുന്നത്. ഞാൻ ഒബ്വിയസ്ലി പറഞ്ഞില്ലായിരുന്നു തീർന്നാലും വേറുള്ള അതിന് പാരലായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും. അല്ലെങ്കിൽ അതിന് എന്തായാലും എന്താ ഒരെണ്ണം ഇടിഞ്ഞു കഴിഞ്ഞാൽ എന്താ അത് മൊത്തത്തിൽ നശിച്ചു പോത്തില്ല. ഇപ്പൊ ടിക്ടോക്ക് പോയപ്പോ ഇൻസ്റ്റാഗ്രാം റീൽസ് വന്നില്ലേ, അപ്പൊ നമ്മൾ അതിലോട്ട് ചേക്കേറും. ഈ ചേക്കേറുന്നതിനോടൊപ്പം നമുക്ക് എന്തായാലും പാരലായിട്ട് ബിസിനസ് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് ഒരിക്കലും ഒരാളുടെ കീഴിൽ, അതായത് എൻ്റെ ഐഡിയാസ് എൻ്റെ രീതിയിലുള്ള ഔട്ട് വരണം. അപ്പോൾ അതായത് ഇപ്പോൾ ഇനി ഇവിടെ പറഞ്ഞ പോലെ എവിടെയെങ്കിലും കണ്ടന്റ് ക്രിയേറ്ററായിട്ട് കയറിയാൽ പോലും അവിടെ നമ്മുടെ മുകളിൽ ആ കമ്പനിയുടെ മാനേജേഴ്സ് അവരുടെ ആൾക്കാർ കാണും. അപ്പോൾ അവർ പറയും നമുക്ക് ഇങ്ങനത്തെ കണ്ടന്റാണ് വേണ്ടുന്നത്, അങ്ങനത്തെയാണ്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു അടിമയായിപ്പോവും. ഇനി ചിലപ്പോൾ ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ എന്നാൽ പോകും കേട്ടോ, ഇത്രയും മാസം ഡയലോഗൊക്കെ അടിച്ചിട്ട്. പക്ഷേ എനിക്ക് അത് അത്രയും പീക്കിലായാൽ പോലും അങ്ങനെ വല്ല ഞാൻ പോകത്തുള്ളൂ. അല്ലാതെ എനിക്ക് ഇതാണ് ഇഷ്ടം. കാരണം എൻ്റെ മനസ്സിൽ വരുന്നൊരു സീൻ അത് എങ്ങനെ എടുക്കണം, എവിടെ വെച്ച് എടുക്കണം, ആരഭിനയിക്കണം, എങ്ങനെ അഭിനയിക്കണം, ഇതെല്ലാം എന്റെ മനസ്സിൽ കുറെ നേരമായി ഇത് എന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു. ബോറടിക്കത്തില്ല ഇങ്ങനെ കഥ പറഞ്ഞ, എനിക്ക് എന്നെ ബോറടിച്ച്. അപ്പൊ അതാണ് അവൻ്റെത്. എന്റേത് ഗൈസ് ഞാൻ ഒബ്വിയസ്ലി ഒരു ആർക്കിടെക്റ്റ് ആണ് ഇപ്പോഴും. ഞാൻ എന്തായാലും ഇല്ല കേട്ടാ, എനിക്ക് പറയണ്ടേ പിന്നെ. ഒബ്വിയസ്ലി ഞാൻ ആർക്കിടെക്ട് പണിക്ക് പോകും. എന്താ ചിരിക്കാത്ത? ഞാനിപ്പോ ആ പണി രണ്ടും കൂടി. എനിക്ക് ഇവനെ പോലെ ഇങ്ങനെ എനിക്ക് ഭയങ്കര, അതായത് എനിക്ക് ഭയങ്കര ടെൻഷനാ. നമ്മൾ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി നമുക്കൊരു ഉറപ്പുണ്ടല്ലോ, എന്തൊക്കെ വന്നാലും മാസാവസാനം ഈ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ വരും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഇവൻ നമ്മളിപ്പോൾ പണി എടുത്താലും എടുത്തില്ലെങ്കിൽ സാലറി വരും എന്നുള്ളൊരു ഉറപ്പുണ്ടല്ലോ. അതാവുമ്പോ നമുക്കതൊരു സമാധാനമാണ്. അതുകൊണ്ടാണ് ഗൈസ് ഞാനിതിപ്പോ രണ്ടും കൂടിയാ മാനേജ് ചെയ്ത് പോകുന്നത്. എനിക്കതിൽ വലിയ ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുന്നില്ല. ഞാനിപ്പോ എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ, കുക്കിംഗ് ആണെങ്കിലും ഓഫീസിലെ കാര്യങ്ങൾ, ഓഫീസിൽ പോകുന്നു, അത് കഴിഞ്ഞ് വന്ന പ്രൊമോഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു, അല്ലാതെ കണ്ടന്റ് ഉണ്ടെങ്കിൽ കണ്ടന്റ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാം മാനേജ് ചെയ്ത് പോകുന്നു. അപ്പോൾ ബൈ പ്രൊഫഷൻ ഞാൻ എൻ്റെ ആർക്കിടെക്ചറിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങും. അത്രയായിരിക്കും ചെയ്യാൻ പോവുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ ഇടുമ്പോൾ ജീവിതത്തിലെ പ്രൈവസി ഇല്ലാത്തതുപോലെ തോന്നിയിട്ടുണ്ടോ? ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ ഇടുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? അതാണ് ഞാനും പറയാൻ വന്നത്. നിങ്ങൾക്കൊരു വിചാരമുണ്ട് നമ്മള് എന്താ പറയാ തുപ്പുന്നതും തിന്നുന്നതും ഒക്കെ യൂട്യൂബിൽ ഇടുന്നെന്ന്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. നമ്മൾ ഒരു ദിവസം 2 റീൽ ഇട്ടാലും നമ്മൾ 60 സെക്കൻഡ് അതിൻ്റെ അകത്ത്, അതായത് ഒരു ദിവസത്തില് 60 സെക്കൻഡാണ് നിങ്ങൾ കാണുന്നത്. ബാക്കി എന്തോരം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടാവും. പിന്നെ ആ 60 സെക്കൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സെക്കൻഡ്, അതായത് ചിലത് മാത്രമായിരിക്കും അതിന്റെ ഫ്ലോയിൽ പോകുന്നത്. ചിലത് ഞാൻ ഇപ്പൊ വീട്ടിൽ പോയാല് ഈ തുപ്പുന്നതും തുമ്മുന്നതും ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന കുറെ മനഃപൂർവ്വം തുമ്മുന്ന കുറെ കണ്ടന്റുകൾ ഇടുന്നുണ്ട്. അതിന് ചിലര് എന്തിനാ ബ്രോ ഇതൊക്കെ ഇടുന്നതെന്ന്, അതായത് കണ്ടന്റ് ക്ഷാമം അങ്ങനെയൊക്കെ. പക്ഷെ അതെല്ലാം അവൻ കുറെ നേരമായിട്ട് പറയുന്നു. ക്യാമറയുടെ ഇടയിൽ കൂടെ ഇങ്ങനെയൊക്കെ പറക്കുന്നുണ്ടാവുമായിരിക്കും. ഫസ്റ്റില് അവനെ കൊല്ല് ആക്ച്വലി നമ്മൾ ലൈഫിൽ നടക്കുന്ന എല്ലാം ഒന്നും കാണിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രൈവറ്റ് ആയിട്ട് എന്തോരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീഡിയോ തന്നെ ഇടുന്നത്. അല്ലാതെ നമ്മുടെ ലൈഫിൽ ഒരു പ്രൈവസി ഇല്ലാത്തതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? പിന്നെ ഇപ്പൊ ഞാൻ പറയാം, ചില സമയത്ത് നമ്മള്, അതായത് ഞങ്ങൾക്കൊരു ക്വാളിറ്റി ടൈമിന് വേണ്ടി ഞങ്ങൾ ചില സ്ഥലത്ത് പോകുന്നുണ്ട്. അവിടെ ഞങ്ങൾ ഫോണേ എടുക്കത്തില്ല, അവിടെ വീഡിയോ എടുക്കാനല്ല പോകുന്നത്. നമ്മൾ നമ്മുടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ പോകുന്ന എത്രയോ സമയമുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു റിസോർട്ടിൽ പോകുന്ന വിചാരിക്കും.
അവിടുത്തെ ഒരു ദിവസമായിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. ഒരു ദിവസം നമ്മളവിടെ അതെ, ചിലപ്പോൾ ബാക്കി ദിവസങ്ങൾ നമ്മൾ അവിടെ ഓരോന്നൊക്കെ എൻജോയ് ചെയ്യുമായിരിക്കും. ആകെ ഒരു ദിവസം നമ്മൾ വീഡിയോ ഇടുന്നുള്ളൂ. പിന്നെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ, അതല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ എപ്പോഴും സോഷ്യൽ മീഡിയ ഫസ്റ്റ് പ്രിഫറൻസ് ആണ്. കാരണം നമ്മുടെ മെയിൻ ഏണിങ്സും എല്ലാം അതിൽ നിന്ന്. അപ്പോൾ എല്ലാം പിന്നെ അത് ഏണിങ്സിന് പുറമെ നമ്മളെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്ത് ആ ഒരു ടെൻഡൻസി ഉണ്ട് എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു 40% നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നുള്ളൂ. ബാക്കി 60% എപ്പോഴും നമ്മുടെ പ്രൈവറ്റ് മാറ്റേഴ്സ് തന്നെയാണ്. പിന്നെ പ്രൈവസി നോക്കാതെ കരയുന്നതും പിടിക്കുന്നതും അള്ളുന്നേയും മാന്തുന്നേയും ഇട്ട് റീച്ച് കിട്ടുന്ന കുറേ യൂട്യൂബേഴ്സ് കാണും. കാരണം എന്ന് പറഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ എന്താണേലും നമുക്ക് റീച്ച് മതി എന്നുള്ള രീതിയിൽ വീഡിയോ ഇട്ട് റീച്ചായി പണക്കാരാവുന്നവരുണ്ട്. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ പോയാൽ മതി. തോന്നിയാസം കാണിച്ച് റീച്ച് ഉണ്ടാകും. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് പേര് വാണത്തരം കാണിച്ച് റീച്ച് നേടി എപ്പോഴും പൊട്ടത്തരങ്ങൾ കാണിച്ച് റീച്ച് ഉണ്ടാകും. പക്ഷെ അങ്ങനെ ജീവിച്ചുകൊണ്ടൊരു കാര്യം, നമ്മളിപ്പോൾ ഒരാൾ തിരിച്ചറിയുമ്പോൾ മറ്റേ കണ്ടന്റ് ചെയ്യുന്നത് അങ്ങനെ അറിയണം. അതോ മറ്റേ വാണത്തരം കാണിച്ച് റീച്ചായവനെ ഇങ്ങനെ പറഞ്ഞ് മാറി നിൽക്കണം. നമുക്ക് തിരിച്ചറിയണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ അറിയപ്പെടണം. സോ അപ്പോൾ അതിനനുസരിച്ച് സ്ട്രഗിളിങ് കൂടും. പിന്നെ അതനുസരിച്ച് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് കണ്ടന്റ് കുറയും. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഒബ്വിയസ്ലി നമ്മൾ കല്യാണം കഴിഞ്ഞ വഴക്കിടും എന്നും പറഞ്ഞ് ഞങ്ങൾക്കത് ഷൂട്ട് ചെയ്ത് ഫസ്റ്റിനെ പിണങ്ങിയിരിക്കുവാണോ അല്ലെങ്കിൽ അസർ പിണങ്ങിയിരിക്കുവാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരിക്കലും വീഡിയോ ഇടാൻ പറ്റത്തില്ല. കാരണം അത് നമ്മുടെ പ്രൈവസിയാ. അപ്പൊ നമ്മൾ പ്രൈവറ്റ് കാര്യങ്ങളൊക്കെ എപ്പോഴും പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. വഴക്കിട്ടെന്ന് പറഞ്ഞിട്ട് ഉറപ്പായിട്ട് റീച്ച് കിട്ടും, എനിക്കറിയാം. വഴക്കിട്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അടി കൂടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുത്തി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും റീച്ച് ആയിരിക്കും. പക്ഷെ ആ റീച്ച് നമുക്ക് വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റിനാടെ ഡയറ്റ് പ്ലാൻ. നല്ല ചോദ്യവും. പെട്ടെന്ന് തടിക്കുന്ന ബോഡിയാണോ? അതെ. ഫസ്റ്റിന് ഹൈറ്റ് എത്രയാണ്? ഗൈസ്, എനിക്ക് അതിനെ പ്രത്യേകിച്ച് ഡയറ്റ് പ്ലാൻ ഒന്നും ഇല്ല. കാരണം എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ നല്ല ഫുഡൊക്കെ ആണെങ്കിൽ മടാന്ന് അടിച്ച് കയറ്റും. അതേപോലെ തന്നെ ഞാൻ സ്പീഡിൽ തടിക്കുകയും ചെയ്യും, ഞാൻ സ്പീഡിൽ മെലിയുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ബോഡിയാണ്. പിന്നെ ഈയിടെയായിട്ട് ഞങ്ങൾ പിന്നെ ഈയിടെയായിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹോട്ടൽ ഫുഡ് കട്ട് ഓഫ് ചെയ്തു ഗൈസ്. അതായത് ഇപ്പൊ ഈ ആഴ്ച ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് ഇപ്പൊ ഞാൻ ഇന്നലെ കഴിച്ചു. അല്ലാതെ മറ്റേത് നമ്മളില്ലേ രാത്രി ആകുമ്പോ ചുമ്മാ പോയി എവിടെന്നെങ്കിലും ഒക്കെ കഴിക്കുമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ആ പരിപാടി നിർത്തി. റമദാന് ശേഷം ആ പരിപാടി നമ്മൾ നിർത്തി. നമ്മളിപ്പോ വീക്ക്ലി വൺസ് ഒക്കെയാണ് നമ്മള് KFC. ഉച്ചക്ക് അത് വീട്ടിൽ ഉണ്ടാക്കിയതല്ലേ, ഞാൻ ഹോട്ടൽ ബിരിയാണി എല്ലാ ദിവസവും ആക്സിഡന്റലി നടക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നില്ല. അങ്ങനെയല്ല, എന്നാലും പണ്ടത്തെ അപേക്ഷിച്ച് ഫുഡ് ഭയങ്കര കുറവാണ്, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് നൈറ്റോടെ ഏജ്. എന്റെ പൊന്നു, എന്തോരം എന്റെ ഏജ് എന്തോരം പേര് എന്റെ അടുത്ത് ചോദിച്ചിരിക്കണേന്നറിയോ? അതായത് എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ഒരു 19, ഞാൻ ഇൻസ്റ്റയില് സ്റ്റോറി ഇട്ടപ്പോ ഒരു 50 കൂടുതൽ പേര് ചോദിച്ചിരിക്കുന്നത് എന്റെ വയസ്സാ. ഗൈസ്, എനിക്ക് 23 വയസ്സാണ്. എന്റെ ബർത്ത്ഡേയുടെ വീഡിയോയിൽ കുറെ പേര് നെഗറ്റീവ് കമന്റ്സ് ഇട്ടത് ഞാൻ കണ്ട്. ഞാൻ പിന്നെ അത് അത്ര കാര്യമാക്കാൻ പോയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. ചില എത്രയോ പേരുണ്ട് 20-19 വയസ്സേ കാണത്തുള്ളൂ. ഭയങ്കര ചീർത്തൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഏജ് കൂടുതൽ ഫീൽ ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഒറിജിനൽ വയസ്സ് 19 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സല്ലേ ഉള്ളൂ. അവര് എന്ത് ഇത് വന്നാലും, അതായത് ഒരു 40 വയസ്സുള്ള ആൾ നടക്കുന്ന പോലെ ഒരിക്കലും ആ 19-20 വയസ്സുള്ള ആളുകൾ ആയിരിക്കത്തില്ല. അത് നല്ല സ്ട്രോങ് ആയിരിക്കും, എല്ലാം ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ കമന്റ്സ് ഒന്നും മൈൻഡ് പോലും ആക്കില്ല. കുറെ പേര് തള്ളേനെ പോലെ ഉണ്ടെങ്കിലേ അല്ല, എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ? പേഴ്സണലി ഇപ്പൊ ഞാൻ തള്ളേനെ പോലെ ഉണ്ട്. എന്റെ വയസ്സ് 23 ഈ 23 വയസ്സിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഡീൽ ചെയ്യുന്ന പോലെ ലൈഫ് ആരും ഡീൽ ചെയ്തതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരാളെ എനിക്ക് തോന്നുന്നുമില്ല. ബിക്കോസ് ഞാനിപ്പോൾ ഒരു 22 വയസ്സിൽ കല്യാണം കഴിഞ്ഞ ആളാണ്. 22 വയസ്സിൽ കല്യാണം കഴിഞ്ഞ ഞങ്ങൾ 6 മാസം ഞങ്ങൾ ഫാമിലി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റായി. ഇവിടെ വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്കാണ് ഡീൽ ചെയ്യുന്നത്, ഞാനും അസറും. അതായത് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഫാമിലിയുടെ കൂടെ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവര് ഇപ്പൊ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് അവര് കാണും, തൊട്ടടുത്തുണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വന്നാലും
നമ്മൾ ഒറ്റയ്ക്കാണ് ഡീൽ ചെയ്യുന്നത്. ഇവൻ ദോ ഇവിടുത്തെ ഫ്ലാറ്റിലത്തെ ഇപ്പോൾ ആസ് എ വുമൺ ഞാൻ പറയാം, ഞാൻ രാവിലെ എണീറ്റ് ഇവിടുത്തെ എല്ലാം കുക്ക് ചെയ്ത് അസുറിന് വേണ്ടതൊക്കെ ഉണ്ടാക്കി, അതായത് രാവിലത്തേക്കും അവനിക്ക് ഉച്ചക്കത്തേക്കും വേണ്ടത് എനിക്ക് രാവിലത്തേക്കും എനിക്ക് ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകാനുള്ളത് ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയി ഓഫീസിൽ പോയി വർക്ക് കഴിഞ്ഞ് തിരിച്ച് വന്ന് പിന്നെ എനിക്ക് പ്രൊമോഷൻസ് വീഡിയോസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവനിക്ക് വേണ്ട വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഞാനൊരു റൊട്ടീൻ പോലെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്, അതും ഈ ഒരു ഏജിൽ. സോ ഞാൻ അതിൽ ഭയങ്കര സൂപ്പർ പ്രൗഡായിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഈ ഒരു ഏജിൽ എനിക്ക് തോന്നുന്നില്ല മാരീഡ് ലൈഫ് ഇത്ര നല്ല രീതിക്ക്, ചിലപ്പോൾ 22 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് 23 വയസ്സിൽ കുട്ടിയൊക്കെ ആയിട്ട് വീട്ടിൽ ഇരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഫുൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്, ഞാൻ കണ്ടിട്ടില്ല. സോ ആരെങ്കിലും തള്ളാന്ന് പറഞ്ഞാലും ഞാൻ അതിൽ ഭയങ്കര പ്രൗഡാണ്. ഈ ഒരു ചെറിയ ഏജിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനൊരു കഴിവ് വേണം. ആ കഴിവ് എനിക്കുണ്ട്. ഇല്ലാത്തവരാണ് വീട്ടിൽ ചുമ്മാ ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇരുന്ന് കമൻറ്റ് ഇടുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതായത് ഞാൻ കമൻറ്റ്സ് ഇടുന്നതിൽ കൂടുതലും ശ്രദ്ധിച്ചിട്ടുള്ളത് കല്യാണം കഴിഞ്ഞ്, അതായത് നമുക്ക് യൂട്യൂബിൽ കമൻറ്റ് ഇടുമ്പോൾ നമുക്ക് അവരുടെ പ്രൊഫൈൽ കയറി നോക്കാൻ പറ്റും. നോക്കി കഴിയുമ്പോഴത്തേക്കും ഫോട്ടോ ഒക്കെ കാണുമ്പോഴേ നമുക്കറിയാം കല്യാണമൊക്കെ ചെറിയ പ്രായത്തിലെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ ഒക്കത്തിരിക്കുന്ന, അതായത് ഒരു ഏർലി മാരേജ് കാരണം അവരുടെ ലൈഫേ ഫാമിലി ആണെന്ന് കരുതിയിരിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളാണ് ഈ ഇരുന്ന് കമൻ്റ് ഇടുന്നത്, അതായത് എനിക്ക് നെഗറ്റീവായിട്ട് ഇടുന്നത്. സോ എനിക്ക് ആക്ച്വലി അവരുടെ അടുത്ത് ഭയങ്കര സിമ്പതിയാണ് തോന്നുന്നത്. അതായത് ഞാൻ എൻ്റെ ലൈഫ് ലീഡ് ചെയ്യുന്നത് കണ്ടിട്ട് ഭയങ്കര കണ്ണുകടിയുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനത്തെ കമൻറ്റ്സ് ഇടുന്നത്. സോ എനിക്ക് അവരോടൊന്നും പറയാനില്ല. നിങ്ങൾ എന്നെ അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. ഞാൻ ഓരോന്നൊക്കെ നേടുന്നത് എൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ്. ഞാൻ അതിൽ ഭയങ്കര പ്രൗഡുമാണ്, അത്രേ ഉള്ളൂ. സോ ഏജ് മനസ്സിലായല്ലോ, 23. Q&A പ്ലാൻ ചെയ്ത് തന്നെ ഇവള് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സംസാരിക്കാനാണോന്ന് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. അല്ല അങ്ങനെയല്ല, നമുക്കെല്ലാം ഫ്രീ ആയിട്ട് അടുത്തത്. പിന്നെ അത് കൂടുതലും ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്തല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് നിനക്കൊരു ചെറിയ ബോറടി കാണും. താത്താന്റെ സ്കിൻ കെയർ എന്താ? നല്ല ഭംഗിയുണ്ട്. നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരെയും കാണും. എന്റെ ഫാമിലിയിൽ ആരെയും നിങ്ങൾ കണ്ടിട്ടില്ല. സോ ഇവന്റെ ഫാമിലിയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം. ഗൈസ്, ഞങ്ങൾ എല്ലാവരും പണ്ട് മുതലേ കാരണവന്മാരായിട്ട് നല്ല ഭംഗിയും കോലമൊക്കെ ഉള്ള ആൾക്കാരാണ്. സ്കിൻ കെയർ ഗൈസ്, ഞാൻ അങ്ങനെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഒട്ടും ചെയ്യാറില്ല. മുന്നേ ഒക്കെ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ടൊരു ലൈക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്, ഡെർമാക്കോടെ. ഇപ്പൊ ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് ഞാൻ അങ്ങനെ വെയിലത്ത് ഇറങ്ങാറില്ല. രാവിലെ ഞാനൊരു 9 മണിക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വെയിലൊക്കെ, അതായത് സൂര്യൻ വരുന്നേക്ക് മുന്നേ ഓഫീസിൽ കയറി സൂര്യൻ പോയി കഴിയുമ്പോഴാണ് ഞാൻ തിരിച്ചിറങ്ങുന്നത്. കാരണം നമ്മളെ വെയിലത്ത് ഇറങ്ങാത്തത്രയും വലിയ, പക്ഷെ വെയില് വരുന്നതിന് മുന്നേ പോവും. വെയില് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങും. അപ്പത്തേക്കും അങ്ങനെ സ്കിൻ കെയർ. പിന്നെ ഞാൻ ഫേസ് വാഷ്, ഞാൻ സ്ഥിരമായിട്ടൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്, ഡെർമാക്കോടെ. ഞാനൊരു 2 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ബിക്കോസ് എൻ്റെ ഭയങ്കര ഓയിലി സ്കിൻ ആയിരുന്നു. ഇപ്പം ആ ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഫേസിൽ പിമ്പിൾസ് ഒക്കെ വരുന്നത് കുറഞ്ഞത്. ഇപ്പോഴും പീരീഡ്സ് ഒക്കെ ആകുമ്പോൾ വരാറുണ്ട്, അല്ലാതെ നോർമലി അതാണ് ഞാൻ മെയിൻലി ചെയ്യുന്നത്. വേണമെങ്കിൽ ഞാൻ ആ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, ബിക്കോസ് നല്ല കിടിലൻ പ്രൊഡക്റ്റ് ആണ്. എത്ര വലിയ ബ്രാൻഡിന്റെ ഇട്ടാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിരിക്കും. കാരണം ഞാനിപ്പോ ഓഫീസിൽ, ഞാൻ KSRTCക്കാ ജോലിക്ക് പോകുന്നത്. ഞാൻ ഓഫീസിൽ പോയി തിരിച്ചു വരുമ്പോ എന്റെ മുഖത്ത് ഫുൾ മറ്റേ കറുത്ത കുത്തായിരിക്കും എന്ന് പറഞ്ഞാൽ പൊടി അടിച്ചിട്ട് പിന്നെ ഞാൻ ഇവിടെ വന്ന് ഫേസ് വാഷ് ചെയ്യുമ്പോൾ അതൊക്കെ പോകും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയാം, ഞാനിപ്പോ ഒരു സാധാ ഫേസ് വാഷ് ഉപയോഗിക്കുന്നു. ഇവള് ഒരു വലിയ ബ്രാൻഡിൻ്റെ ഉപയോഗിക്കുന്നു. ഇവള് ബസ്സിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് കഴുകി കളഞ്ഞാലും ഞാൻ ചിലപ്പോൾ ഇവിടെ ഫ്ലാറ്റിൽ നിന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചാലും ഞാനായിരിക്കും നല്ല രീതിയിൽ സ്കിൻ കെയർ ചെയ്യുന്നത്. അപ്പൊ ബ്രാൻഡിലല്ല കാര്യം, നമ്മള് ബ്രാൻഡ് ഒരു ഫാക്ടർ മാത്രം, നമ്മൾ സ്കിൻ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നതിലാണ്. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ആക്ച്വലി നല്ല ഫേസ് വാഷ്. ഞാൻ പിന്നെ ഇത്രയും ഇയേഴ്സ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതുകൊണ്ടുകൂടി. പിന്നെ ഞാൻ ചെയ്യുന്നത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ഡെർമാക്കോടെ തന്നെ ഒരു മോയ്സ്ചറൈസർ ഞാൻ ട്രൈ ചെയ്തതാണ്, അതും അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന സ്കിൻ കെയർ. പിന്നെ ഫേസ് മാസ്ക് ഒക്കെ ഇടക്ക് ഇതേപോലെ ഞങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കാറുണ്ട്. ഫേസ് മാസ്ക് ഇടക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇവള് യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ, അതായത് ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് നമ്മൾ ഇതിനകത്ത് ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ വേണ്ടവര്. അതായത് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന കറന്റ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ അനിയത്തിയുടെ പേര്? എനിക്ക് അനിയത്തി ഇല്ല, അസ്റുവിന് അനിയത്തി ഉണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും, അസ്ന എന്നാ പേര്. പിന്നെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ലവ് മാരേജ് ആയിരുന്നോ നിങ്ങളുടേന്ന്?
ഗൈസ് നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം ഫസ്റ്റിനാടെ ജോലി എന്താന്ന്? ജോലി ഓൾറെഡി പറഞ്ഞു, ആർക്കിടെക്റ്റ് ആണ് ഞാൻ. ലവ് മാരേജ് ആയിരുന്നു ഒന്ന് ഗൈസ്. നമ്മുടെ ലവ് സ്റ്റോറി വേണമെങ്കിൽ അതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാൻ. അതെ ലവ് സ്റ്റോറി നമ്മൾ വിശദമായിട്ട് പറയുന്ന ഞങ്ങളുടെ ഒരു പെർഫെക്റ്റ് ലവ് മാരേജ് ആയിരുന്നു. അല്ല ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഹസ്ബൻഡ് ഫാമിലിയിൽ വന്നപ്പോൾ വന്ന മാറ്റങ്ങൾ. ഹസ്ബൻഡ് നിന്റെ ഫാമിലി വന്നപ്പോൾ അല്ല, ഞാൻ ഹസ്ബൻഡ് ഫാമിലിയിൽ വന്നപ്പോഴുള്ള മാറ്റങ്ങൾ. ഗൈസ് ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് പറയുവാണെങ്കിൽ ഞാൻ പറയാം, എൻ്റെ ആക്ച്വലി ഞാൻ ഒബ്വിയസ്ലി ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നല്ലോ. അപ്പൊ ഉമ്മീനെയൊക്കെ എനിക്ക് ഓൾറെഡി ഉമ്മിയൊക്കെ ആയിട്ട് ഞാൻ അസ്ര ഫോൺ ചെയ്യുമ്പോഴും ഞാൻ ഉമ്മയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഉമ്മയായിട്ട് അത്ര കമ്പനിയൊന്നും അല്ലായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് നേരെ, അതായത് ഞങ്ങളുടെ വെഡിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കൊല്ലത്തേക്കാണ് പോയത്. കൊല്ലത്ത് ചെന്ന് അതായത് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റും നെക്സ്റ്റ് ഡേ ഒക്കെ അവിടെ തന്നെയായിരുന്നു. ബിക്കോസ് ഇവൻ്റെ റിസപ്ഷൻ പിറ്റേ ദിവസം ആയതുകൊണ്ട്. അപ്പം ഞാൻ ആക്ച്വലി കല്യാണം കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം ഞാൻ അവിടെ ഭയങ്കര ഒക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്കൊരു പുതിയ വീട്ടിൽ പോകുന്ന ഇപ്പോഴും ഇല്ലേ, ഇപ്പോഴും എൻ്റെ ഉമ്മച്ചി എന്നെ കളിയാക്കല്ലേ. ഉമ്മച്ചി എൻ്റെ അടുത്ത് പറയും, നിനക്ക് ഇവിടെ വരുന്നേക്കാൾ ഇഷ്ടം കൊല്ലത്ത് പോകുന്ന. സത്യം, എനിക്ക് കൊല്ലത്ത് പോകുന്നതാണ് ഇഷ്ടം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് അവിടെ ആരും എനിക്കങ്ങനെ, ഇപ്പൊ ഉമ്മയാണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മായിയമ്മ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. വാബിച്ചിയാണെങ്കിൽ അസ്നയാണെങ്കിൽ കൂടി ഞാനും അസ്ന എടി പൊടി അങ്ങനത്തെ ഒരു വൈബ് എല്ലാവരും. അപ്പൊ എനിക്ക് അതുകൊണ്ട് വേറൊരു ഫാമിലിയിലേക്ക് പോകുന്ന പോലെ തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ തന്നെ വീട്ടിലേക്ക് പോകുന്നു, എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങൾ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നില്ല. പിന്നെന്തുവാ ഇവിടെ മാറ്റങ്ങൾ വല്ലതും വന്നോടെ എനിക്ക് അവിടെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് നമ്മുടെ വീട്ടില്, കാരണം ഇവളെ ഏറ്റവും ഇളയ മോളാണ്. അപ്പം ഇവളുടെ ഇക്കായും ഇത്തായും കല്യാണം കഴിച്ച് പോയതുകൊണ്ട് തന്നെ പിന്നെ അവളെ വാപ്പം അങ്ങനെ ചെറിയൊരു സർക്കിളിൽ നിന്ന് ഒരുപാട് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് നമ്മളെക്കാട്ടിലും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് കുറച്ച് റിലേറ്റീവ്സേ ഉള്ളൂ. പക്ഷെ ഞങ്ങളെല്ലാവരും ഒരു ഭയങ്കര കണക്റ്റഡായിട്ട് ഭയങ്കര ബോണ്ടാണ്. അപ്പോൾ ആ ബോണ്ടിലേക്ക് ഇവളിറങ്ങി വന്നപ്പോൾ എല്ലാവരും ഇവളെ ഭയങ്കര കാര്യത്തോടെ കാണുന്നു. പിന്നെ നമ്മൾ തമ്മിലുള്ള ആ ഒരു സഹകരണം, ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ ഇവളൊരു സാധനം ഒരാൾക്കും കൊടുക്കാത്തൊരു വ്യക്തിയായിരുന്നു. അതാണ് പോസിറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഇവൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ പോലും അത് വേറൊരാൾക്ക് കൊടുക്കും. ഇപ്പം എൻ്റെ അനിയത്തി അസ്നാക്ക് കൊടുക്കുന്നു, വേറൊരാൾക്ക് കൊടുക്കുന്നു, ഓക്കെയാണ്. ആക്ച്വലി ആരും അങ്ങനെ സ്നേഹമൊന്നും എൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സ്നേഹമുള്ളവർക്കല്ലേ ഞാൻ എൻ്റെ സാധനങ്ങൾ കൊടുക്കത്തുള്ളൂ. അപ്പൊ എൻ്റെ അടുത്ത് ആരും അങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല കല്യാണത്തിന് മുന്നേ വരെ. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഒരു സർക്കിളിലേക്ക് വന്നപ്പോൾ എനിക്ക് ആക്ച്വലി ഇവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് ഇപ്പൊ ഇവൻ പറഞ്ഞില്ലെങ്കിൽ കൂടി എനിക്ക് അതൊക്കെ ഇപ്പൊ എനിക്ക് എന്ത് പ്രൊമോഷൻ വന്നാലും ഞാൻ അതിന് അസ്നാക്കോ ഉമ്മിക്കോ ഒക്കെ എന്തെങ്കിലും കൊടുക്കും. കാരണം അതൊരു എന്താ പറയുക, എനിക്കതൊരു ഇഷ്ടമായി തുടങ്ങി. അവർക്കത് കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ അതെനിക്കൊരു ഇഷ്ടമായി തുടങ്ങി. അത് ആക്ച്വലി ഒരു ഭയങ്കര കാരണം ഞാനൊരു ദുഷ്ടിയായിരുന്നു. ഞാൻ ഒന്നും ആർക്കും കൊടുക്കത്തില്ലായിരുന്നു. നമ്മളെല്ലാവരും അങ്ങനെയാണ് വളർന്നു വന്ന ശീലിച്ചത്. അപ്പോൾ അത് ആ ഒരു സർക്കിളിലോട്ട് ഇവള് വന്നപ്പോൾ അത് ഇവള് ഇൻഫ്ലുവൻസ്ഡ് ആയി. സംഭവം നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം നമുക്കൊരു ക്യാരക്ടറിന് ഇഷ്ടം. ഇപ്പം ഞാൻ ഇവളും കൂടെ ലൈറ്റ് അടിച്ച് കിടങ്ങുന്ന കാലം തൊട്ട് ഇപ്പോൾ ഇവർക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഇവളെ ഇഷ്ടമായതുകൊണ്ടും നമ്മൾ പോലും അറിയാതെ ഇവരുടെ കുറച്ച് മാനറിസം നമുക്ക് കിട്ടും. ചിലപ്പോൾ സ്ലാങ് ആയിരിക്കാം, ചിലപ്പോൾ ഓരോരോ വേർഡ്സ് ആയിരിക്കും. ഇപ്പം ഞാൻ പറയുന്ന വേർഡൊക്കെ ഇവള് പറയും. അപ്പോൾ അത് നമ്മളൊരു ഇഷ്ടം കൊണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ വായിൽ വരും. അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടുകാരുടെ കുറേ പോസിറ്റീവ് കാര്യങ്ങൾ, നെഗറ്റീവ്സ് ഒക്കെ മനസ്സിൽ പോസിറ്റീവ് ഇവള് പോലും അറിയാതെ ഇവളുടെ ഉള്ളിൽ കയറി. അപ്പോൾ അങ്ങനെ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പിന്നെ തോന്നിയത് ലവ് മാരേജ് ആയത് കൂടിക്കൊണ്ടായിരിക്കും. കാരണം എനിക്ക് എന്തുണ്ടെങ്കിലും ഇവന്റെ അടുത്ത് ഓടിപ്പോയി പറയാലോ തുറന്ന്. ഇപ്പൊ അറേഞ്ച്ഡ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇത് ഹസ്ബൻഡ് ആണെങ്കിൽ എനിക്ക് പറയാനൊരു ഉള്ളിലൊരു പേടി കാണും, പുള്ളി എങ്ങനെ എടുക്കും. ഇതിപ്പോ എനിക്ക് എന്തുണ്ടെങ്കിലും ഇവന്റെ അടുത്ത് ഓടിപ്പോയി പറയാം. അല്ലെങ്കിൽ ഇപ്പൊ ഉമ്മി അടുത്താണെങ്കിൽ എനിക്ക് ഓടിപ്പോയി പറയാം. എനിക്ക് അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. ഉമ്മിയും ആക്ച്വലി ഭയങ്കര ഗുഡ് ലിസണറാണ്. അപ്പോൾ എനിക്ക് ഓടിപ്പോയി പറയാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഒന്നും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒതുക്കി പിടിച്ച് അങ്ങനെ നടക്കേണ്ടി എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഗൈസ് ഇനി ഭാവിയിൽ വരില്ല എന്ന് കരുതുന്നു. അത്രേ ഉള്ളൂ. അതെ, ഫസ്റ്റ് ഇത്തയുടെ ഉപ്പ എന്നാ മരിച്ചത്?
എൻ്റെ വാപ്പിച്ച് മരിച്ചത് സെപ്റ്റംബർ 1 2025 സെപ്റ്റംബർ 1 വാപ്പിച്ച് മരിച്ചത്. അപ്പോൾ ഇത്രയാണ് യൂട്യൂബിൽ വന്നിരിക്കുന്ന വീഡിയോസ്. ചോദ്യം ടാടയിൽ എന്താണ് ഇക്കാക്ക് ഇഷ്ടം ഓർ ഇഷ്ടമില്ലാത്തത്? എൻ്റെ കയ്യിൽ നിനക്ക് ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമില്ലാത്ത കാര്യം എന്താന്ന്? ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇനി പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്നത് തന്നെ പറയാം. ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവളെല്ലാം നല്ല അടുക്കും ചിട്ടയാണ്. ഇപ്പോൾ ഞാനൊരു സാധനം എവിടെയെങ്കിലും ഊരി വെച്ചിട്ട് പോയാൽ ഇവള് ചിട്ടയോടെ എടുത്ത് വയ്ക്കുന്ന ഒരു സ്ഥലം, ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്ന ഒരു സ്ഥലം കാണും. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് പിന്നെ സാധനം അവിടെ പോയി നോക്കിയാൽ സാധനം അവിടെ കാണും. ഇപ്പം ഞാൻ വാച്ച് എവിടെയെങ്കിലും ഊരിട്ടിട്ട് പോയി, വാച്ച് അവിടെ വയ്ക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ മേശ ഞാൻ അതിശയിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇവളിത് എപ്പോൾ എടുത്ത് ഇവിടെ വെച്ചു. അപ്പോൾ ആ രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കും. പിന്നെ ഇപ്പം ഇവളിപ്പം ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഒക്കെ എഡിറ്റ് ഇവിടെ തുടങ്ങി. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇപ്പോൾ പാത്രം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുമ്പോൾ ഞാനാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിവിലേക്ക് പോയി ഇവള് വന്നു കഴിഞ്ഞാൽ ചീത്തവളിക്ക് വന്നാൽ ഇവളങ്ങ് ചെയ്തോളും. ഉടുപ്പുകളും അതായത് എനിക്ക് ആക്ച്വലി സമയം ഇല്ലാത്തോണ്ടാണ് ഞാൻ ചെയ്യാത്തത്. എനിക്ക് ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തീരെ ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് സമയം ഇല്ലാത്തോണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കാത്തത്. അപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോഴാണ് അങ്ങനെ കിടക്കുവാണെങ്കിൽ ഞാൻ എനിക്ക് ഇവളുടെ അത്ര അടുക്കും ചിട്ട ഇല്ലെങ്കിൽ പോലും ഇവളുടെ അടുക്കും ചിട്ട ഇഷ്ടപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇഷ്ടം. അതായത് ഇപ്പോൾ ഇവള് വൃത്തിയാക്കി ഇട്ടാൽ എനിക്ക് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇഷ്ടം. ഞാനിങ്ങനെ കുളമാക്കത്തില്ല, മെയിൻറ്റെയിൻ ചെയ്തു പോകും. എന്ന് പറഞ്ഞാൽ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്ന കാണാൻ. അതായത് ഞാൻ വൃത്തിയാക്കാൻ അങ്ങനെ മൂഡ് വരത്തില്ല. ചിലപ്പം മൂഡ് വന്നാൽ ഭയങ്കര വൃത്തിയാക്കലായിരിക്കും. പക്ഷെ ഇവളെപ്പോഴും ഭയങ്കര ചിട്ടയാണ്. അതായത് ഞാൻ താമസിക്കുന്ന സ്ഥലം എൻ്റെ ഒരു മനസ്സ് പോലെ തന്നെ. അത് വൃത്തികേടായി കിടന്നാൽ ഞാൻ ഭയങ്കര അസ്വസ്ഥമായിരിക്കും. അതായത് ഇപ്പോൾ ബെഡ്റൂം ആണെങ്കിലും അത് വൃത്തികേടായി കിടന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സൊട്ടും ഒക്കെ അല്ലായിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ വൃത്തിയാക്കി ആയിട്ടിട്ട് ഞാൻ കുളിച്ച് പോയി തിരിച്ചു വരുമ്പോൾ ആ റൂം കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരു കാര്യമില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ അങ്ങനത്തെ ഒരാളാട്ടോ. അതുകൊണ്ടാണ് ഇനി ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ. ഓവറായിട്ട് ഈ സ്നേഹം കാരണം ഓവറായിട്ട് നമ്മളെ ഒതുക്കുന്നു. അതായത് ആണുങ്ങളുടെ ഒരു സൈഡിൽ നിന്ന് മനസ്സിലാക്കാതെ അവരെ ഒതുങ്ങിയ ജീവിതത്തിലേക്ക്, അതായത് കല്യാണം കഴിഞ്ഞ് ഇനി മതി കറക്കം, ഞാൻ പറയട്ടെ, മതി കറക്കം അങ്ങനെ. പക്ഷെ നമുക്ക് ഇപ്പം മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് സന്തോഷം കിട്ടും. ഇപ്പം ചിലർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒരു സമാധാനമായിരിക്കും. ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ വിഷം വരും. അപ്പം അതിനർത്ഥം ഒറ്റയ്ക്ക് ഇരിക്കുന്നതിൻ്റെ അർത്ഥം ഭാര്യയെ ഇഷ്ടമല്ല, ഭാര്യയോടെ ഷെയർ ചെയ്യാൻ ഇഷ്ടമല്ല, ഭാര്യയോടെ ഇരിക്കുന്ന ഇഷ്ടമല്ല എന്നല്ല. ആ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം ചിലപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാനായിരിക്കും ഇഷ്ടം. ഒറ്റയ്ക്ക് ഇല്ലേ, ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്ന സമയം അത് ചിലപ്പോൾ ഭാര്യയ്ക്ക് കിട്ടത്തില്ല. അതുപോലെ ഭാര്യയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു വൈബ് ഫ്രണ്ട്സിൻ്റെ നിന്ന് കിട്ടത്തില്ല. ഇപ്പോൾ വണ്ടർലായിൽ ഞാൻ ഇവളും കൂടെ പോകുന്ന വൈബ് ആയിരിക്കത്തില്ല ഫ്രണ്ട്സുമായിട്ട് പോകുമ്പം. അത് ഇവളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല അവരോട് പോകുന്നത്, അത് അവരോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല ഇവളൂടെ പോകുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ വൈബുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല നമ്മുടെ ബോയ്സിന്റെ സൈഡിൽ. അതൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഞാൻ ഇവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ വിടുന്നില്ല, 2 ദിവസം ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോയിട്ട് വന്നിരിക്കും, എന്നിട്ട് ഈ ഡയലോഗ് പറയുന്നത്. അല്ല, ഇവള് അങ്ങനെ ഭയങ്കര ടോക്സിക് എന്നല്ല, ഭയങ്കര നമ്മളെ ലോക്കാക്കി എന്നല്ല പറയുന്ന. എന്നാലും ഞാൻ ഒരു 100% നടന്ന ഞാൻ അത് പിന്നെ നിങ്ങൾ തന്നെ പറ. അതായത് കല്യാണം കഴിയുന്നേക്ക് മുന്നേ നടന്ന പോലെ ആയിരിക്കും എല്ലാവരും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നുള്ളൂ അങ്ങനെ ആയിരിക്കും. അതേപോലെ തന്നെ ആയിരിക്കും കല്യാണം കഴിഞ്ഞാന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യണത്. ഗൈസ് നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ, ആരാണ് കാണണമെങ്കിലും. ഒരിക്കലും അതേപോലെ നടക്കാൻ പറ്റും. ഇപ്പം ഞാൻ കല്യാണത്തിന് മുന്നേ ഞാൻ എങ്ങനെ നടന്നതാ അതുപോലെയാണോ ഞാനിപ്പോൾ നടക്കുന്നത്? ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി എനിക്ക് തോന്നിയ പോലെ ഞാൻ നടന്നിരുന്നത് എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവനൊന്നും മൈൻഡ് ചെയ്യാതെ വില കൊടുക്കാതെ എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കി നടക്കാൻ പറ്റും? ഇല്ല. അപ്പം നമുക്ക് ഗ്രാജുവലി അങ്ങനെ ഓരോ ചേഞ്ച് വരും. ഇനി കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഇത് പിന്നെയും ചേഞ്ച് ആവും. അതായത് നമ്മൾ രണ്ടുപേരെയും ടൈം കുട്ടിക്കും കൂടി സ്പെൻഡ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ രണ്ടുപേർക്കും മാനേജ് ചെയ്യും. പക്ഷേ ഇനി കുട്ടി കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ കുട്ടിക്കും കൂടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ലൈഫിൽ ഓരോ ചേഞ്ചസ് വരും. അങ്ങനെയാണ് ആളുകൾക്ക് ഓരോരോ മാറ്റങ്ങൾ വരുന്നത്. അത് ലൈഫ് സൈക്കിളിൽ വരുന്ന ഓരോ മാറ്റങ്ങളാണ്. അല്ല, അതാ പറയുന്നത് എല്ലാത്തിനും ഓരോ പ്രായം ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തോടോ? ഫസ്റ്റ് നൈറ്റയുടെ ബെസ്റ്റി ആരാ? ബെസ്റ്റി എന്ന് പറഞ്ഞാൽ ബോയ്സിനെയാണോ ബെസ്റ്റി എന്ന് പറയുന്നത്? ഗേൾസിനെ. എനിക്ക് ബോയ്സ് ഫ്രണ്ട്സ് ഇല്ല ഇപ്പോൾ, എൻ്റെ ലൈഫിലേ ഇല്ല ബോയ്സ് ഫ്രണ്ട്സ്. ആക്ച്വലി ഇവൻ്റെ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ് എനിക്കിപ്പോൾ ബോയ്സ് ആയിട്ട് ഫ്രണ്ട്സ് ഉള്ളത്. എനിക്ക് വല്ലാതെ എൻ്റെ ഫ്രണ്ടായിട്ട് ആരുമില്ല. പിന്നെ ഗേൾസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ 10th വരെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പോഴും എൻ്റെ ഗേൾസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്. എല്ലാവരൊന്നും ഇല്ല, ഒരു 2-3 പേരൊക്കെ ഉള്ളൂ. അവർ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ്. അല്ലാതെ
പുതിയതായിട്ട് ആരുമില്ല. അതായത് ഞാൻ 2nd സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പോഴും. അല്ലാതെ കോളേജിലും സ്കൂളിലൊന്നും പഠിച്ച വേറെ ഫ്രണ്ട്സ് ഒന്നും എൻ്റെ ലൈഫിൽ ഇപ്പം ഇല്ല. നിങ്ങളുടെ ഫസ്റ്റ് മീറ്റ് എപ്പോഴായിരുന്നു? ഫസ്റ്റ് മീറ്റ് ഞാനിവളെ അങ്ങോട്ടൊരു ഹെൽപ്പ് ഓഫർ ചെയ്തു. ഇവള് എറണാകുളത്തോട്ട് ഞാൻ ഇവളെ കൊണ്ടാക്കാം, ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഡേറ്റ് പറ. ഡേറ്റ് മാസം ഓർമ്മയുണ്ടോ? മെയ് 3 മെയ് 2 മെയ് 1 മെയ് 1 ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അതായത് മെയ് 1 2024 അല്ലേ? നമ്മുടെ കാര്യം എല്ലാം ചറവറ ഫാസ്റ്റ് ആയിരുന്നു. അതായത് കുറെ മെയ് 1 ഞങ്ങൾ പരിചയപ്പെട്ടത് 2024. മെയ് 5 2025 ചറവറ ചാറ്റ് ചെയ്തു, കമ്പനിയായി, മീറ്റ് ചെയ്തൊക്കെ ഓരോ സ്ക്രിപ്റ്റഡ് ആയിട്ട്. അതേപോലെ ഞാനിങ്ങനെ ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു അങ്ങനെ വന്നു. ആ മീറ്റപ്പിൽ ഞാൻ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ ഇഷ്ടമെന്ന് പറഞ്ഞു. പിന്നെ വീട്ടുകാരെ അറിയിച്ചു. കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ലാസ്റ്റ് നടന്നു. അങ്ങനെ എല്ലാം ചറപറയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, യുവർ പ്ലേസ്. എൻ്റെ പ്ലേസ് എറണാകുളം തന്നെയാണ്. അസറുടെ പ്ലേസ് കൊല്ലമാണ്. മുട്ടം മെട്രോ സ്റ്റേഷന്റെ ബാക്കിൽ. അങ്ങനെയാണ് കറക്റ്റ് പറയാം. കൊല്ലത്ത് എവിടാ വീട് ഗൈസ്? കൊല്ലം കണ്ണനല്ലൂരാണ് ഞങ്ങളുടെ വീട്. കൊല്ലം. ബേബി പ്ലാൻ ഉണ്ടോ? ഞാൻ വിചാരിക്കുമായിരുന്നു ഈ ക്വസ്റ്റ്യൻ ഇല്ലേന്ന്. ഗൈസ് ബേബി പ്ലാൻ നിനക്കുണ്ടാണ്? എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. എനിക്കിപ്പോ ഫ്ലോർ പ്ലാൻ മാത്രമേ മനസ്സിലുള്ളൂ. ഫ്ലോർ പ്ലാന് സർക്കാർ മനസ്സിലായി. കേട്ടില്ല. ഫ്ലോപ്പ് എന്നാ കേട്ടോ. ഫ്ലോപ്പ് ആവും. ബേബി പ്ലാൻ ആക്ച്വലി ഇപ്പൊ ഇല്ല. എന്തായാലും ഈ ഒരു കൊല്ലം എന്തായാലും ഇല്ല. ഇനി വന്നട്ടാ ബേബി പ്ലാൻ ഇപ്പൊ ഇല്ല. അപ്പൊ പറയട്ടോ. ഫോൺ നമ്പർ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ആസ്മി ക്വസ്റ്റ്യൻ എന്ന് വെച്ചപ്പോ എന്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഇതാണ് ഞാൻ മുമ്പേ ഫ്ലോപ്പ് പ്ലാൻ എന്ന് കേൾക്കാനുള്ള കാരണം. ഓക്കെ ബൈ. ഗൈസ് അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ബൈ.